ഈശ്വര സന്നിധിയിലേക്ക് സ്വാഗതം. ആദ്യമായിട്ടാണ് ആരെങ്കിലും ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻസിലൂടെ രേഖപ്പെടുത്തുവാനും മറക്കരുത്. ഏറെ ഐശ്വര്യം നിറഞ്ഞതും പുണ്യദായകവുമായ ദിനമാണ് 10-ാം ഉദയം. മേടപ്പുലരിയുടെ 10-ാം ദിവസമാണ് ഇത്. ഈ മാസം, അതായത് 2025 ഏപ്രിൽ 23-നാണ് 10-ാം ഉദയം. വിഷു മുതൽ 10-ാം ഉദയം വരെയുള്ള നാളുകൾ ഏറെ പ്രത്യേകത നിറഞ്ഞതാണ്. സമൃദ്ധിയും സമ്പത്തും നിറഞ്ഞതും ഏതു പ്രാർത്ഥനകൾക്കും ഫലം ലഭിക്കുന്നതായ നാളുകളാണ് ഇത്. ഈ നാളുകളിൽ പ്രത്യേകിച്ച് 10-ാം ഉദയത്തിൻ്റെ അന്ന് മത്സ്യമാംസാദികൾ ഉപേക്ഷിക്കുകയും വൃതാചരണത്തോടെയുള്ള ജീവിത രീതിയിൽ നീങ്ങുകയും ചെയ്യുന്നത് വളരെ ഉത്തമമാണ്. 10-ാം ഉദയത്തിന് വിശേഷം കൽപ്പിച്ചു നൽകാൻ പല കാരണങ്ങളുണ്ട്. രാവണവധത്തിന് ശേഷം എല്ലായിടത്തും ശാന്തിയും സമാധാനവും നിറഞ്ഞ് സ്വസ്ഥത ലഭിച്ചതിൻ്റെ ഓർമ്മയ്ക്ക് ആണെന്ന് ഒരു വാദമുണ്ട്. സമ്പൽ സമൃദ്ധിയുടെ പ്രതീകമായി നാം കണക്കാക്കുന്ന കുബേരൻ്റെ ജനനദിനമായും ഈ ദിനത്തെ കണക്കാക്കുന്നുണ്ട്. പുതിയതായി എന്ത് മംഗളകർമ്മം ചെയ്യാനും ഈ ദിനം വളരെ അനുയോജ്യമാണ്. പുതിയ സംരംഭങ്ങൾ, ഗൃഹപ്രവേശം തുടങ്ങിയവയ്ക്കും ഈ ദിനം ഉത്തമമാണ്. കർമ്മം ചെയ്യുന്നതിന് മുൻപ് സൂര്യഭഗവാനെ ഒന്ന് സ്മരിച്ച ശേഷം തുടങ്ങിയാൽ അതിൽ പൂർണ്ണ വിജയം ലഭിക്കും എന്നാണ് വിശ്വാസം. അന്നേ ദിവസം ഏത് ദേവീദേവന്മാരെ പൂജിച്ചാലും അതിന് പൂർണ്ണമായ ഫലസിദ്ധി ലഭിക്കും. വ്രതവും പൂജകളും ദൈവചിന്തയുമായി ഈ ദിനം ചെലവഴിക്കുന്നത് വിജയം നേടാനും ശ്രേയസ്കരവുമാണ്. വിഷു കഴിഞ്ഞ് 10-ാം ഉദയം വരെയുള്ള നാളുകളിൽ രാവിലെയും വൈകുന്നേരവും 1008 തവണ ഗായത്രി മന്ത്രം ചൊല്ലുന്നതും പ്രണവമന്ത്രം, അഷ്ടാക്ഷര മന്ത്രം, പഞ്ചാക്ഷര മന്ത്രം എന്നിവ ജപിക്കുന്നതും വളരെ ഗുണകരമാണ്. പാപശാന്തിക്കും തടസ്സ നിവാരണത്തിനുമായിട്ട് 10-ാം ഉദയത്തിൻ്റെ അന്ന് ഇഷ്ടദേവനെ പ്രാർത്ഥിക്കുകയോ അല്ലെങ്കിൽ ഓം നമോ നാരായണായ എന്ന മന്ത്രം ജപിക്കുകയോ ചെയ്യുക. അതുപോലെ തന്നെ രാവിലെ കുളിച്ച് ഈറനോടെ അരയാലിനെ പ്രദക്ഷിണം ചെയ്യുന്നത് പല ഗുണങ്ങളും നൽകും. 21 തവണ പ്രദക്ഷിണം വെച്ചാൽ പാപശാന്തി, മാർഗതടസ്സങ്ങൾ മാറുവാനായിട്ട് 18 പ്രദക്ഷിണം, കാര്യസാധ്യത്തിനും കർമ്മവിജയത്തിനും 36 പ്രദക്ഷിണവുമാണ് വേണ്ടത്. വീഡിയോ കണ്ടതിന് നന്ദി. ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടപ്പെടുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.